മാധ്യമപ്രവർത്തകരുടെ ഒരു കടമ എന്നുള്ളത് നിർവഹിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് ഉമർ അലി ശിഹാബിനെ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ അന്ന് വാർത്തയാക്കി ചർച്ചയാക്കിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പാലം ഇത്ര സജീവമായി ചർച്ചയാവുകയും. വാഴക്കാട് വാഴയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ആക്കോട് ചെള്ളിക്കര ചിറക്കൽ തോട് നാട്ടുകാർ മുറിച്ചു കിടക്കുന്നത് മറിഞ്ഞു വീണ പനമുകളിലൂടെയാണ്. കാലൊന്ന് തെന്നിയാൽ കുത്തൊഴുക്കുള്ള തോട്ടിലേക്കാണ് സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നാട്ടുകാർ വീഴുക. നമസ്കാരം. വാഴക്കാട് പഞ്ചായത്തിലെ 1-ാം വാർഡ് ആക്കോടിൻ്റെ വാഴയൂർ പുളിക്കൽ വാഴക്കാട് പഞ്ചായത്തിൻ്റെ സംഗമ സ്ഥലത്ത് ഒരു വിശാലമായ പാലം വന്നത് പരിചയപ്പെടുത്തുകയാണ്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച, ഏറെ വിവാദം സൃഷ്ടിച്ച ഒരു പാലമാണ് ഇന്ന് ഈ കാണുന്ന വളരെ വലിയ വികസനത്തിൻ്റെ ഒരു പാതയായി തുറന്നിരിക്കുന്നത്. ഇതിനു വേണ്ടിയെല്ലാം ഏറെ പരിശ്രമിച്ച സി കെ ഷാക്കിർ നമ്മോടൊപ്പം ചേരുകയാണ്. 2 കോടിക്കടുത്ത് വലിയ ഒരു വിശാലമായ ഈ നാട് സ്വപ്നം കാണുന്ന ഒരു പാലം തന്നെയാണ് ഇവിടെ യാഥാർത്ഥ്യമായിട്ടുള്ളത്. ഈ എത്രമാത്രം ഗുണകരമാണ് ഈ ഒരു പാലം ഇവിടെ ഗതാഗതത്തിന് തുറന്നു കൊടുക്കുമ്പോൾ? വളരെ ഒരുപാട് മനുഷ്യർക്ക് വാഴക്കാട് വാഴയൂർ പുളിക്കൽ, നേരത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ അവിടങ്ങളിലൊക്കെ ഉള്ള ആളുകൾക്ക് ഗതാഗത സൗകര്യത്തിന്, അതുപോലെ തന്നെ ഇതിൽ ഞാൻ ആദ്യം തന്നെ നന്ദി പറയുന്നത് പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകൻ ഉമർ അലി ശിഹാബിന് തന്നെയാണ്. ഏറെക്കുറെ 6 വർഷം മുമ്പ് നമ്മൾ ഇതേപോലെ ഇവിടെ വന്നിട്ടുണ്ട്. അന്ന് കുട്ടികൾ ഇതിലൂടെ ഒരു പനയുടെ പാലത്തിൽ വീഴാൻ പോകുന്ന രീതിയിലുള്ള ഒരു രംഗം റിപ്പോർട്ട് ചെയ്യുന്നത്. അത് കണ്ടിട്ടാണ് നിങ്ങൾ എന്നെ വിളിച്ചിട്ട് നമ്മളിവിടെ വന്നിട്ട് ഇതിൻ്റെ പാലത്തിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ചർച്ചയാക്കുന്നത്. പിന്നീട് ഒരിക്കൽ ജില്ലാ പഞ്ചായത്ത് 25 ലക്ഷം വകയിരുത്തി, പക്ഷേ അത് നടക്കാതെ പോയി. ഇപ്പോൾ കഴിഞ്ഞ ജില്ലാ പഞ്ചായത്താണ് ഇതിന് വലിയ 2 കോടിയോളം രൂപ വകയിരുത്തി ഇപ്പോൾ ഇങ്ങനെ മനോഹരമായ ഒരു പാലമായി വന്നിട്ടുള്ളത്. ഇത് വാഴയൂരിൽ നിന്ന് ആക്കോട് വഴി മെഡിക്കൽ കോളേജിലേക്ക്, അതുപോലെ തന്നെ ആക്കോട് നിന്ന് വാഴയൂരിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ പുളിക്കലിലേക്കൊക്കെ പോകാൻ കഴിയുന്ന വലിയ ഉപകാരപ്രദമായ രീതിയിലുള്ള പാലം തന്നെയാണ്. മാത്രമല്ല ഇതിൻ്റെ അപ്രോച്ച് റോഡിന് ഇപ്പോൾ വലിയൊരു ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ഈ റോഡ് ആക്കോട് അരൂർ ഈ ചള്ളിക്കര വഴിയുള്ള ഈ റോഡിന് 10 കോടി രൂപ, അതായത് മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ പ്രധാനമന്ത്രി ഗ്രാമീണ സടക്ക് യോജനയിലെ ഫണ്ടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പൂർത്തിയാകുന്നതോടുകൂടി വലിയ മാറ്റം ഇവിടെ ഉണ്ടാവും. ഇതിൽ നമുക്കുള്ള ഒരു സന്തോഷം, ഈ നാട്ടുകാരെന്നുള്ള പൊതുപ്രവർത്തകർ വളരെ വലിയ സംതൃപ്തിയുണ്ട്. പ്രത്യേകിച്ച് ഒരുപാട് വിവാദങ്ങൾ ഈ പാലവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഞാൻ മനസ്സിലാക്കുന്ന തെറ്റിദ്ധാരണ പുറത്തുണ്ടായിട്ടുള്ളതാണ്. അതൊക്കെ മറികടന്ന് എല്ലാവരും കൂടെ, പ്രത്യേകിച്ച് കഴിഞ്ഞ മലപ്പുറം ജില്ലാ പഞ്ചായത്തിനെയാണ് ഇതിലേറ്റവും കൂടുതൽ അഭിനന്ദിക്കേണ്ടത്. ഇസ്മായിൽ മൂത്തേടം പോലെയുള്ള, പി കെ സി അബ്ദുറഹ്മാനെ പോലെയുള്ള ആളുകളൊക്കെ ഇതിനു വേണ്ടി വളരെ വലിയ റിസ്ക് എടുത്തിട്ടുണ്ട്. ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിട്ടും അതൊക്കെ മറികടന്ന് ഇതിൻ്റെ നന്മ മനസ്സിലാക്കി ഇത് യാഥാർത്ഥ്യമാക്കാൻ നമ്മൾ പരിശ്രമിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ പാലത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ള ഒരാൾ നമ്മളെ സ്രാമ്പേക്കൽ KS അബ്ദുക്കയാണ്. അദ്ദേഹം മരിച്ചുപോയി, പെട്ടെന്ന് ക്യാൻസർ പിടിച്ച് മരിച്ചതാണ്. അദ്ദേഹം മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഞാനൊക്കെ ഇവിടെ വന്നപ്പോൾ നമ്മളോട് കണ്ണീരോടെ പറഞ്ഞത് ഈ പാലം ഒന്ന് യാഥാർത്ഥ്യമായി കണ്ട് മരിച്ചാൽ മതിയിരുന്നു. അദ്ദേഹം ഒന്ന് ഇല്ലാതെ പോയത് സത്യത്തിൽ വളരെ വലിയ സങ്കടമുണ്ട്. എത്ര ആളുകൾക്ക് ഇത് ഗുണകരമാവും ഈ പാലം ഇവിടെ ഓപ്പൺ ആക്കുന്നതോടുകൂടി? അതായത് നമ്മൾ പറയും, ഇപ്പോൾ വാഴയൂരിൽ നിന്ന് മെഡിക്കൽ കോളേജ് പോകണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ പരച്ചള്ളിക്കര ഭാഗത്തു നിന്നൊക്കെ മെഡിക്കൽ കോളേജ് പോകണമെങ്കിൽ ഒരുപാട് കയറ്റക്കുള്ള റോഡ് കടന്നു പോകണം. ഈ റോഡിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ഇവിടെ നിങ്ങൾ കണ്ടു കാണും, ആക്കോട് വരെ അല്ലെങ്കിൽ ഉർക്കടവ് മെഡിക്കൽ കയറ്റില്ലാത്ത റോഡാണ്. ഇതിപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമ്മളിപ്പോൾ മറ്റേ റോഡിനൊക്കെ പോലെ വലിയ കയറ്റങ്ങളൊക്കെ ഉണ്ട്. കയറ്റം കുറഞ്ഞ നല്ല റോഡായി ഇത് ആൾക്ക് ഉപയോഗപ്പെടുത്താം. ഒരുപാട് മനുഷ്യർക്ക് ഇത്, പ്രത്യേകിച്ച് നേരത്തെ വളരെ ഉൾഗ്രാമമായിരുന്നതൊക്കെ, അതൊക്കെ ഇപ്പോൾ ഈ പാലം വരുന്നതോടുകൂടി വലിയ രീതിയിൽ മാറ്റങ്ങളുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോൾ അന്ന് തന്നെ നിങ്ങൾക്ക് ഓർമ്മയാണ്, കുട്ടികൾ മദ്രസയിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾ പാലത്തിൽ നിന്ന് വീഴാൻ പോകുമ്പോൾ ഒരു ചൂടിയുടെ കയറ് കെട്ടിയിട്ടാണ് റിപ്പോർട്ട് ചെയ്ത സമയത്ത് വളരെ അതെ ഞാൻ നിങ്ങളെ മാധ്യമപ്രവർത്തകരുടെ ഒരു കടമ എന്നുള്ളത് നിർവഹിച്ച പ്രിയപ്പെട്ട സുഹൃത്ത് ഉമർ അലി ശിഹാബിനെ അഭിനന്ദിക്കുകയാണ്. നിങ്ങൾ അന്ന് വാർത്തയാക്കി ചർച്ചയാക്കിയത് കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പാലം ഇത്ര സജീവമായി ചർച്ചയാവുകയും ഇതിൻ്റെ അനിവാര്യതയെക്കുറിച്ചൊക്കെ ആളുകൾ ചർച്ച ചെയ്ത് ഈ പ്രദേശത്തെ ആളുകൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇതിനുവേണ്ടി നിലകൊണ്ടതാണ്. അതിന് അന്നത്തെ ജില്ലാ പഞ്ചായത്ത് ഭരണകൂടം അതിശക്തമായി കൂടുന്നു. TV ഇബ്രാഹിം MLA, അതുപോലെ തന്നെ മുസ്ലിം ലീഗിൻ്റെ വാഴയൂരിലും വാഴക്കാട്ടെയും നേതൃത്വം, ഇവരൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായി ഇടപെടൽ നടത്തിയത് കൊണ്ടാണ് ഈ പാലം യാഥാർത്ഥ്യമായത്. പ്രത്യേകിച്ച് അത് എന്താ പറയുക, ഇതിൻ്റെ ഇപ്പം നിങ്ങൾ കാണും എത്ര മനോഹരമാണ്.
ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിലേക്കൊക്കെ പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പിന്നെ 1-ാം വാർഡ് മുസ്ലിം ലീഗ് കമ്മിറ്റി മലപ്പുറം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിനെ കണ്ട് ഇതിൻ്റെ ഉദ്ഘാടന കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തതാണ്. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട ആളുകൾ ഉദ്ഘാടനം ചെയ്യുമെന്നാണ് ഇതിൻ്റെ വർക്ക് പൂർത്തിയാക്കി റിപ്പോർട്ട് ജില്ലാ പഞ്ചായത്തിന് കൊടുക്കുന്ന മുറക്ക് ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലേക്ക് കടക്കാമെന്നാണ് ജില്ലാ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വരും ദിവസം വലിയ ആഘോഷത്തോടു കൂടി ഇതിന് ഉദ്ഘാടന പരിപാടി നടത്താൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, താങ്ക് യു. പ്രത്യേകിച്ചും ന്യൂസ് 10 ചാനലിനും ഇത് ഏറെ സന്തോഷകരമായ ഒരു നിമിഷമാണ്. ഈ പാലം കടന്നു പോകുന്ന വിദ്യാർത്ഥികളുടെ ഒരു ദയനീയ കാഴ്ച ന്യൂസ് 10 ചാനൽ പുറത്തു കൊണ്ടുവരികയും അത് ജനപ്രതിനിധികളും നാട്ടുകാരും എല്ലാവരും ഏറെ വിഷമത്തോടു കൂടി ഏറ്റെടുക്കുകയും അതിന് ഇതാ ഒരു വലിയ പരിഹാര മാർഗം ഇന്നിവിടെ തുറന്നിരിക്കുകയാണ്.